റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് നിയമന നിരോധനത്തിൽ വലഞ്ഞിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. UP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാൾക്ക് പോലും ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല. ലിസ്റ്റ് നിലവിൽ വന്ന് 8 മാസം പിന്നിട്ടിട്ടും ഒന്നാം റാങ്കുകാരൻ വരെ പെരുവഴിയിലായ അവസ്ഥയിലാണ്. പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 2025 ഒക്ടോബറിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. നമുക്ക് പ്രതികരണം കേൾക്കാം. ഞങ്ങളുടെ ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസം കഴിഞ്ഞു. എന്നാൽ ഇതുവരെയും ലിസ്റ്റിൽപ്പെട്ട ഒരാൾക്ക് പോലും നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്യേണ്ട പ്രതീക്ഷിത ഒഴിവുകൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല, സെൻസസുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ തുടരുന്നതിനാൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഒഴിവുകളിലും അവ്യക്തത തുടരുകയാണ്. ഡിവിഷൻ ഫോൾ ഭീഷണി നേരിടുന്നതിനാൽ ഞങ്ങളുടെ നിയമനം കടുപ്പമേറിയതായിരിക്കുമെന്നാണ് അധികാരികളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. സ്കൂൾ തുറന്ന് ജൂൺ ആദ്യവാരത്തോട് തന്നെ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ അനുകൂല നടപടികൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ അനുകൂലമായ നിലപാടുകൾ പുതിയ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന്. അതാണ് ഗോപാൽ ശീലാസനിൽ ഗോപാൽ, പുതിയ സർക്കാരിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം 8 മാസമായിരിക്കുന്നു, പ്രതീക്ഷിത ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ലിസ്റ്റിൽപ്പെട്ട ഒരൊറ്റയാൾക്ക് പോലും നിയമനവും കിട്ടിയിട്ടില്ല, അല്ലേ ഗോപാൽ? അതെ വിരിജ, മാസങ്ങളും വർഷങ്ങളും ഉറക്കമിളച്ച് പഠിച്ച ഉദ്യോഗാർത്ഥികൾ അവർ 1ാം റാങ്ക് നേടിയിട്ട് പോലും സർക്കാർ സർവീസിൽ കയറാൻ സാധിക്കുന്നില്ല എന്ന വേദനാജനകമായ കാര്യമാണ് ഈ ഉദ്യോഗാർത്ഥി നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മോട് സംസാരിച്ച വ്യക്തിയും 1ാം റാങ്കുകാരൻ, തിരുവനന്തപുരം ജില്ലയിലെ 1ാം റാങ്ക് നേടിയ വ്യക്തിയാണ്. അയാൾക്ക് പോലും ഇതുവരെയും നിയമനം എവിടെയും ലഭിച്ചിട്ടില്ല. 2025 ഒക്ടോബറിലാണ് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ 8 മാസമായി ഈ ഉദ്യോഗാർത്ഥികൾ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. PSC ഓഫീസാകട്ടെ, മന്ത്രിയുടെ ഓഫീസാകട്ടെ, പുതിയ അധികാരമേറ്റ മന്ത്രിയുടെ ഓഫീസിലെല്ലാം തന്നെ ഇവർ കയറിയിറങ്ങി. പക്ഷെ അപ്പോഴും പ്രധാന പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നത് പ്രതീക്ഷിത ഒഴിവുകൾ കൃത്യമായി സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിന് പലവിധ കാരണങ്ങളും പറയുന്നുണ്ട്. അതിന് ഒന്നാമത്തെ കാരണമായി പറയുന്നത് ഡിവിഷൻ ഫാളുകളാണ്. അതായത് പല സ്കൂളുകളിലും ആ കുട്ടികളുടെ എണ്ണം കുറവായതിനാൽ തന്നെ ഡിവിഷൻ ഫാൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അധ്യാപകരുടെ നിയമനം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ സെൻസസുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. സെൻസസ് നടപടികളിൽ അധ്യാപകർ പങ്കെടുക്കേണ്ടതിനാൽ തന്നെ ഇനി സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ നടത്തേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിരമിച്ച ഒഴിവുകളും ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതാണ് ഗോപാൽ ശീലാസനിൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഒരു നിയമനം പോലും 8 മാസമായി നടന്നിട്ടില്ല എന്നതാണ്. UDF സർക്കാരിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമാകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതും. ഏറെ പ്രധാനപ്പെട്ട കാര്യം, 1ാം റാങ്കുകാരൻ ഉൾപ്പെടെയാണ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, മുട്ടിലെഴിഞ്ഞുള്ള സമരം വരെ കണ്ടിട്ടുള്ളതാണ് PSC ഉദ്യോഗാർത്ഥികളുടെ. അപ്പോൾ ഇനി അത്തരം ഒരു സമരത്തിലേക്ക് പോവാതെ കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ UDF സർക്കാരിന് കഴിയുമോ എന്നത് തന്നെയാണ് ആകാംക്ഷ. ഗോപാൽ വിശദാംശങ്ങൾ നൽകുന്നത്. ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് CBSEയുടെ ത്രിഭാഷാ പാഠ്യപദ്ധതി. അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. നമ്മൾ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അധികാരി